മെറ്റ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ യുവാക്കളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. പ്രത്യേകിച്ചും അവർ ഭവനത്തിൽ പേരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള പ്രയാസങ്ങളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ ബാല്യകാലത്ത് തന്നെ ട്രെയിൻ ചെയ്യാത്തതിൻ്റെയൊക്കെ പ്രയാസങ്ങളാണ്. അതുകൊണ്ട് ഈ ബിഹേവിയർ പാറ്റേൺ ഇത് റിബല്യസ് ആണോ ചൈൽഡിഷ് ആണോ എന്ന് നമ്മൾ ചിന്തിക്കാം. അതാണ് നമ്മൾ ആദ്യം അത് വിലയിരുത്തേണ്ടത്. പ്രശ്നം തുടങ്ങുമ്പോൾ തന്നെ അഡ്രസ്സ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. പ്രശ്നത്തിൻ്റെ ലേറ്റർ സ്റ്റേജ് ആണെങ്കിൽ പലപ്പോഴും അത് അഡ്രസ്സ് ചെയ്താലും അത് സാധ്യമാകുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ബിഹേവിയർ ടൈപ്പ് ഏതാണെന്ന് നോക്കണം. ചൈൽഡിഷ് ബിഹേവിയർ ആണെങ്കിൽ അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാം. റിബല്യസ് ആണെങ്കിൽ പലപ്പോഴും പ്രാർത്ഥനയിൽ കൂടി മാത്രമേ അത് മാറുകയുള്ളൂ. അത് മാത്രമല്ല, നിങ്ങളുടെ ഒരു കുട്ടി ഏത് പ്രായത്തിലാണെങ്കിലും അതൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ ഉള്ളതാണ് ഈ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിർബന്ധം പിടിക്കുന്ന ഒരു കാര്യം. ഈ എല്ലാ നിർബന്ധങ്ങളും സാധിപ്പിച്ച് കൊടുക്കുമ്പോൾ അത് അവിടെ നിന്നാണ് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നത്. പല നിർബന്ധങ്ങളും ചെറുപ്പത്തിൽ തന്നെ സാധിപ്പിച്ച് കൊടുക്കാനായിട്ട് പാടില്ല. ആ സമയത്ത് നമ്മൾ എൻകറേജ് ചെയ്യുകയും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യാനായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതൊരിക്കലും തന്നെ പാർട്ട്ണറുടെ സ്പൗസിൻ്റെയും അല്ലെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒരു പ്രശ്നമായി അത് തീരാൻ പാടില്ല. കുഞ്ഞിൻ്റെ പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നത് ജോയിൻ്റായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യണം. അത് ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും പ്രോബ്ലമായിട്ട് തീരാനായിട്ട് പാടില്ല. കാരണം സാത്താൻ സംബന്ധിച്ചിടത്തോളം സാത്താൻ എപ്പോഴും നോക്കുന്നത് എന്താണ്? ആ കുടുംബജീവിതത്തെ തകർക്കണം ആണ്. അതെപ്പോഴും അവരെ സെപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെപ്പോഴും തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചിരിക്കണം. എന്താണ്? ആ ക്രൈസിസ് ഏത് വന്നാലും അതിനെ അതിജീവിക്കാൻ വേണ്ടി അവരെ ഒരുമിച്ചിരുന്നെങ്കിലേ പറ്റുള്ളൂ. അവരാ ക്രൈസിസ് വരുമ്പോഴേ ആ ക്രൈസിസ് മനസ്സിലാക്കി അവർ സെപ്പറേറ്റായി വഴക്കുണ്ടായി സെപ്പറേറ്റ് ആയാൽ അതിൽ പിശാച് ജയിച്ചു. ഇവരെ 3 പേരും മാറും. മകനോ മകളോ ഇഷ്യൂ ആണ്, അതുകൂടാതെ തന്നെ ഭാര്യയും ഭർത്താവ്, അന്നേരം 3 പേരും അങ്ങനെയുള്ളൊരു ഇഷ്യൂയിലേക്ക് വരും. അതുകൊണ്ട് ഒരിക്കലും തന്നെ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ വേര് പിരിയാനോ സെപ്പറേറ്റ് ചെയ്യാനോ വഴക്കുണ്ടാക്കാനോ പാടില്ല. അതുകൊണ്ട് ആ പ്രോബ്ലത്തെ അതിനെ അതിജീവിക്കണമെങ്കിൽ അവർ ഒരുമിച്ച് തന്നെ നിൽക്കണം. വേറൊരു കാര്യം പ്രത്യേകം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന, പ്രത്യേകിച്ചും വിശ്വാസികൾ മനസ്സിലാക്കിയിരിക്കുന്ന ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഗോഡ്ലി സ്റ്റാൻഡേർഡ്സ് ആൻഡ് ബിലീഫ്. അതിനു വേണ്ടി ഒരിക്കലും തന്നെ കോംപ്രമൈസിലേക്ക് പോകരുത്. അത് ഏറ്റവും ആവശ്യമാണ്. ഒരു കോംപ്രമൈസിലേക്ക് പോകരുത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിപരീതമായി ഉള്ളൊരു കോംപ്രമൈസിലേക്ക് പോകാനായിട്ട് പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, വേറൊരു കാര്യം അതിനകത്ത് ചേർന്ന് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ കമാൻഡിൽ ഇരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ കുഞ്ഞിനെ അല്ലെങ്കിൽ ആ യൂത്തായിരിക്കുന്ന ആളിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. നിങ്ങളുടെ പ്രസൻസിൽ നിന്ന് ദൂരെയാണ്, വേറൊരു സ്ഥലത്താണ്, ആൾ UK ജർമ്മനിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരിക്കലും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുകയില്ല. മുടിയൻ പുത്രൻ തൻ്റെ എല്ലാ സാധനങ്ങളും അവൻ്റെ സ്വത്ത് മുഴുവൻ വാങ്ങിച്ച് അവൻ പോയി ധൂർത്തനായി. അവൻ വേറൊരു സാഹചര്യത്തിലാണ്. അവനെ പിതാവിന് അവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുകയില്ല. അവൻ തിരിച്ചു വരും എന്നുള്ള സ്നേഹത്തിൽ അവിടെ ഇരിക്കാനല്ലാതെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇരുന്നുകൊണ്ട് ജർമ്മനിയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ഒരാളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ അവനെ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളും കൂടെ അവനോട് ഒപ്പം പോയി താമസിക്കണം, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ നാളുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സിറ്റുവേഷനിൽ നമ്മുടെ ഭവനത്തിൽ ആയിരിക്കുന്നവരെ മാത്രമേ നമുക്ക് ആ രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. പിന്നെ വേറെ ഒരുപാട് അഡിക്ഷൻസ് ഉണ്ട് അവർക്ക്, പ്രത്യേകിച്ച് ഡ്രഗ്സ്, അതുപോലെ ഡ്രങ്കൺനെസ്, പ്രോൺ അഡിക്ഷൻ, ഹോമോസെക്ച്വാലിറ്റി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് മനസ്സിലാവും. നമുക്ക് പൈശാചി അറ്റാക്ക് പഠിക്കുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളപ്പോഴേ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല. അത് യേശുക്രിസ്തു പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ അതിന് പറ്റുള്ളൂ. ഉപവാസത്താലും പ്രാർത്ഥനയും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുകയില്ല. യേശു പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്, അതേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പ്രേ, അതല്ലാതെ നമുക്കതിനകത്തൊന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല. കുഞ്ഞുങ്ങളെ പോകേണ്ടുന്ന സമയത്ത് അവരെ നടത്തണം. അവരെ
സൺഡേ സ്കൂളിലോട്ടോ അല്ലെങ്കിൽ ബൈബിൾ കഥകൾ പറഞ്ഞു കൊടുക്കണം, ഫാമിലി പ്രെയറിൽ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം, ഗോസ്പൽ പ്രസൻറ്റേഷനിലെ ട്രാക്ക് ഡിസ്ട്രിബ്യൂഷനിലെ ഇങ്ങനെയുള്ള ക്രിസ്ത്യൻ ഗോസ്പൽ വർക്കിലൊക്കെ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചാൽ അവർക്ക് ആ തീഷ്ണതയും ആ കർത്താവിൻ്റെ സ്നേഹവും അവർക്കുണ്ടാവും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. എപ്പോഴും തന്നെ ഭവനത്തിൽ ഡിസിഷൻ മേക്കിങ്ങിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രിൻസിപ്പിൾസ് എപ്പോഴും യൂസ് ചെയ്യണം. ബിബ്ലിക്കൽ വാല്യൂസ്, അതുപോലെ നമ്മൾ ഭവനത്തിലെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫാമിലി ഡിവോഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭവനത്തിൽ നടക്കുകയും അതുകൊണ്ട് അവിടെ ഒരു സ്നേഹത്തിൻ്റെയും ഫൊർഗീവ്നെസ്സിൻ്റെയും ഉള്ളൊരു ആത്മാവ് അവിടെ പ്രിവെയിൽ ചെയ്യും. അവിടെ സഹിക്കാനും സ്നേഹിക്കാനും അതുപോലെ ഫൊർഗീവ് ചെയ്യാൻ ക്ഷമിക്കാനുമുള്ള ഒരു കഴിവ് അവിടെ നിന്ന് കുഞ്ഞുങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങൾ എപ്പോഴും കർത്താവിൻ്റെ ഫ്രീഡത്തിൽ നിൽക്കാനായിട്ട് പഠിക്കുന്നതായിട്ട് കാണും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ആണ് നമ്മൾ ഭവനത്തിൽ ചെയ്യാനായിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു, പേരൻസ് ചെയ്യാനായിട്ടുള്ളത്. ബൈബിളിൽ നിന്നുള്ള കുറച്ച് വാക്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വായിച്ചതിന് ശേഷം നമ്മൾ 1-2 ആസ്പെക്ട്സ് ഇതുമായിട്ട് ചേർന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതും നമുക്ക് പറയാം. നിങ്ങളിത് ശ്രദ്ധയോടുകൂടി ഇരിക്കുക. സദൃശവാക്യം 14:26 ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ മക്കൾക്ക് ശരണമുണ്ടാകും എന്ന് പറയുന്നു. ദൈവഭയമുള്ളവരെ സംബന്ധിച്ചിടത്തോളം, നീതിമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും. അതുപോലെ സദൃശവാക്യം 20:7 അവൻ്റെ മക്കൾ ഭാഗ്യവാന്മാർ എന്ന് പറയും. ഇത് തന്നെ അവൻ്റെ മക്കൾക്ക് ശരണമുണ്ടാകും, അവൻ്റെ മക്കൾ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ തലമുറ അനുഗ്രഹിക്കപ്പെടുക ദൈവത്തിൽ ആശ്രയിക്കുന്നതിനാൽ. സദൃശവാക്യം 22:6 ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ബാലൻ പോകേണ്ടുന്ന വഴി, നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം പേരൻസിനുണ്ട്. അത് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ അവന് അവസാനം വരെ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഇതുപോലെ തന്നെ സദൃശവാക്യം 23:18 പറയുന്നു, അവരുടെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരികയില്ല. ദൈവത്തിൻ്റെ ജീവിത വഴിയിൽ എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ വഴിയിൽ കൂടി നടന്നാൽ നിൻ്റെ മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അത് ദൈവത്തിൻ്റെ ഒരു പ്രോമിസാണ്. അടുത്ത തലമുറ വരെയും അനുഗ്രഹിക്കുമെന്നുള്ളത്. ദൈവത്തിൻ്റെ വഴിയിൽ കൂടി അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്താൽ നിൻ്റെ മക്കളും അതനുസരിക്കുകയും പ്രമാണിക്കുകയും ചെയ്യും. സഭാപ്രസംഗി 8:12 ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് നിശ്ചയമായി അറിയും. ഇതെല്ലാം തന്നെ മനസ്സിലാക്കുക, പേരൻസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ പേരൻസ് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുമ്പോഴേ തലമുറകൾക്ക് വരുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. ഇനിയും ഇതുമായിട്ട് ചേർന്ന് തന്നെ ഹൗ ടു ഡെവലപ്പ് എ സ്പിരിച്വൽ ലൈഫ് അറ്റ് ഹോം, എങ്ങനെയാണ് ഭവനത്തിൽ ഒരു സ്പിരിച്വൽ ലൈഫ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്നുള്ള ചുരുക്കമായൊരു ചിന്തയും കൂടി ഇതിനോട് ചേർന്ന് പറയാനായിട്ട് വിചാരിക്കും. നേരത്തെ പറഞ്ഞതെല്ലാം പ്രാക്ടിക്കൽ ടിപ്സാണ് ഇവരെയൊക്കെ ഡീൽ ചെയ്യേണ്ടത്. ഇത് എങ്ങനെയാണ് ഒരു സ്പിരിച്വൽ ലൈഫ്. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ നേരത്തെ പറഞ്ഞാണ് ശിശുവിൻ്റെ തന്നെ കൈവച്ച് പ്രാർത്ഥിച്ച് അതിനെ അനോയിൻ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാണ്. അത് കഴിഞ്ഞ് കൊച്ചു വളർന്ന് 1 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴേ അത് ചെറുതായിട്ട് അപ്പ അമ്മ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാനായിട്ട് തുടങ്ങും. ആ സമയത്ത് ആ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുകയും ബൈബിൾ വേഴ്സ് പഠിപ്പിക്കുകയും ചെയ്യണം. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, ബൈബിൾ വേഴ്സ് പഠിപ്പിക്കണം. 168 മണിക്കൂറാണ് ഒരു ആഴ്ചയിലുള്ളത്. അതിൽ ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയാൽ 42 മണിക്കൂർ സ്കൂളിലാണ്. 42 മണിക്കൂർ സ്കൂളിൽ. ഒരാഴ്ചയിൽ പറയുന്നതാണ് 2 മണിക്കൂർ ചർച്ചിൽ. ഓക്കെ, 124 മണിക്കൂറും ഭവനത്തിലാണ്. കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ഈ 124 മണിക്കൂർ ഉണ്ടെന്ന് പറയുന്നത് 168 മണിക്കൂറിൽ
124 മണിക്കൂറും ഈ കുഞ്ഞുങ്ങൾ ഭവനത്തിലാണ്. ഈ 124 മണിക്കൂറിൽ അവരെ എത്ര കണ്ട് മാതാപിതാക്കൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എഫേസ്യർ 6:4 കുഞ്ഞുങ്ങളെ പ്രകോപിക്കാതെ ശിക്ഷണത്തിൽ വളർത്തണം, നോട്ട് പ്രൊവോക്ക്, കോപിക്കാതെ അവരെ വളർത്തണമെന്ന് പറഞ്ഞ് അത് പിതാവിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നുണ്ട്. ഇതേ കാര്യം കഴിഞ്ഞ ദിവസം ആവർത്തന പുസ്തകം 6:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞ് നിങ്ങൾ ന്യായപ്രമാണത്തിലുള്ള കൽപ്പനകൾ അനുസരിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാ സമയത്തും അത് ഉപദേശിക്കുകയും അത് പട്ടമായി ഇരിക്കുകയും ചെയ്യണമെന്ന് ഈ പറയുന്ന ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി 6:6-8 പറയുന്നു. ആത്മീയമായി അവരെ ഡിസിപ്ലിൻ ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്വം കുടുംബത്തിലെ ഫാദറിനാണുള്ളത്. ഫാദർ ഈസ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി. കുടുംബത്തിൻ്റെ ഹെഡ് ഫാദറാണ്. ഹി ഹാസ് ടു ടേക്ക് ദ ലീഡ്. ഹി ഈസ് ദ സ്പിരിച്വൽ ഹെഡ്. പിതാവാണ് കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ ആത്മീയമായിട്ട് ലീഡ് ചെയ്യേണ്ടത്. എന്നാൽ ചിലപ്പോൾ ഭർത്താക്കന്മാർ രക്ഷയിൽ വരാത്ത അനുഭവങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അമ്മ ഒഴിഞ്ഞു മാറാനല്ല പറയുന്നത്, അമ്മയും അതിനകത്ത് ഈക്വലി റെസ്പോൺസിബിളാണ്. അമ്മയാണല്ലോ കൊച്ചുങ്ങളെയൊക്കെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നത്. ആ സമയത്ത് ആ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. 2 തിമോത്തിയോസ് 1:5 തിമോത്തിയുടെ വല്യമ്മ ലൂയിസിനെ കുറിച്ചും അമ്മ യൂനിസിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇവരെല്ലാം ലോയിസും യൂനിസും ഇവർ രണ്ടുപേരും തിമോത്തിയുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം തിമോത്തിയുടെ പിതാവ് ഒരു ഗ്രീക്കായിരുന്നു, ഒരു അൺബിലീവർ ആയിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 16:1 പറയുന്നു. അവൻ അവിശ്വാസത്തിലല്ലായിരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. അപ്പോൾ അവിടെ അവരെ തിമോത്തിയെ നടത്തിയത് ആരാണ്? തിമോത്തിയെ നടത്തിയത് അമ്മയായിരുന്നു നടത്തിയത്, വല്യമ്മയും കൂടെ. അവരുടെ വിശ്വാസമായിരുന്നു തിമോത്തിയെ നടത്തിയത്. അപ്പോൾ സ്പിരിച്വൽ ലൈഫ് ഡെവലപ്പ് ചെയ്യേണ്ടത് ഭവനത്തിലാണ്. ഇനി നമുക്ക് കുടുംബ പ്രാർത്ഥനയിലേക്ക് വരാം. നേരത്തെ പറഞ്ഞു കുഞ്ഞുങ്ങൾ അക്ഷരങ്ങൾ പറയാൻ തുടങ്ങുമ്പം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, പാട്ട് പഠിപ്പിക്കണമെന്ന്. അവർ വായിക്കാൻ തുടങ്ങുമ്പോൾ അവരെ ബൈബിൾ വായിപ്പിക്കണം, അവരെ കൊണ്ട് തന്നെ വായിപ്പിക്കണം. അതുപോലെ അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും വേണം. പിതാവോ മാതാവോ അവർ വായിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്കിത് അറിയത്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം, ഡെയിലി ഡിവോഷനോ എന്തെങ്കിലും ഒരു ഗൈഡോ വല്ലതും വാങ്ങിച്ച് അത് ഉപയോഗിച്ച് ഈ വായിക്കുന്നത് അങ്ങ് വെറുതെ വിട്ടുകളയാതെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഏതെങ്കിലും ഭാഗം എടുത്തിട്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്നത് നല്ലതാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത് ചെയ്യണത് സീരിയസ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഭവനത്തിൽ സീരിയസ് ആയിട്ട് ചെയ്യുന്നതനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. ചെറുപ്പത്തിലേ ചെയ്താൽ കുഞ്ഞുങ്ങൾ ആ ഒരു ട്രെയിനിങ്ങിലേക്ക് വരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, 1-ാം ദിവസം മർക്കോസ് എടുക്കുക. മർക്കോസിൻ്റെ പുസ്തകം വായിക്കാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ അതിൽ 1-ാം അധ്യായം എടുത്തിട്ട് 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അത് വായിച്ചത് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ പ്രീച്ചിങ് ആണ്, അവൻ ശുശ്രൂഷിക്കുന്നതാണ്. പിന്നെ അടുത്ത 9 മുതൽ 12 വരെയുള്ള വാക്യം വായിക്കുക. അതിനകത്ത് ബാപ്റ്റിസം ആൻഡ് ടെംപ്റ്റേഷൻ ഓഫ് ജീസസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വീണ്ടും മർക്കോസ് പിന്നെ 14 തൊട്ട് 20 വരുമ്പോഴത്തേക്ക് 4 ഫിഷർമെൻ, 4 മുക്കുവന്മാരെ യേശുക്രിസ്തു വിളിക്കുന്ന കാര്യം പറയുന്നു. 21 തൊട്ട് 28 വരെ 4-ാമത്തെ ദിവസം വായിക്കുക. മാൻ വിത്ത് ഈവിൾ സ്പിരിറ്റ്, മനുഷ്യന് ഈവിൾ സ്പിരിറ്റുള്ള മനുഷ്യൻ. കഴിവതും ഇങ്ങനെ ഓരോ ഭാഗങ്ങളെടുത്ത് വായിച്ച് പഠിച്ച്, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലെവലാകുമ്പോൾ ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങളെ ദിവസവും ഓരോ വാക്യം കാണാതെ പഠിപ്പിക്കുന്നത് നല്ലതാണ്. കാരണം ഈ പ്രത്യേകിച്ച് ഈ സൺഡേ സ്കൂൾസിലുമൊക്കെ കോമ്പറ്റീഷനൊക്കെ ഉള്ളപ്പോഴേ വാക്യം കാണാതെ പഠിക്കുന്നത് നല്ലതാണ്. അത് മാത്രമല്ല, ഇത് അവരുടെ മനസ്സിൽ എപ്പോഴും കിടക്കും, മറന്നു പോകത്തില്ല. ചെറുപ്പത്തിലെ പഠിച്ച വാക്യങ്ങളൊക്കെ എപ്പോഴും ഓർത്തിരിക്കും, പ്രായമായാലും ഓർത്തിരിക്കും. അത്ര ഹെൽപ്ഫുള്ളാണ്. ദിവസം ഒരു വാക്യം വെച്ച് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അതൊക്കെ നമ്മൾ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? നമ്മൾ ട്യൂഷൻ ഉണ്ടോ എന്ന് നോക്കും, ഹോംവർക്ക് ഉണ്ടോ എന്ന് നോക്കും, ഇതെല്ലാം ചെയ്യും. എന്നാൽ ദൈവിക കാര്യങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും കൊടുക്കത്തില്ല. കാരണം അത് ദൈവം അങ്ങ് നോക്കിക്കോളും, നമുക്ക് ഈ ലോകത്തിലുള്ള കാര്യം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു.
അവരെ കഴിയുമെങ്കിൽ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിപ്പിക്കാൻ പഠിക്കണം. അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം, ഏറ്റവും ആവശ്യമാണ്. അത് ചില ആളുണ്ട് സൈലൻ്റായിട്ടിരുന്ന് പ്രാർത്ഥിക്കും, ചില മാതാപിതാക്കൾ. അങ്ങനെയല്ല, ഇതൊക്കെ മാറണം, അതിൻ്റെ നാണമൊക്കെ മാറണം. ശബ്ദത്തിൽ പ്രാർത്ഥിക്കണം. പേരൻസ് പ്രാർത്ഥിച്ചെങ്കിലേ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുള്ളൂ. പേരൻസ് ശബ്ദത്തിൽ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയുടെ കണ്ടന്റ് എന്താണെന്ന് കുഞ്ഞുങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഭവനത്തിലെ പേരൻസ് കുടുംബ പ്രാർത്ഥനയിൽ കഴിവതും രാവിലെയും വൈകിട്ടും, പണ്ടൊക്കെ രാവിലെയും വൈകിട്ടും ഉണ്ടായിരുന്നു, ഇപ്പം അത് നെഗ്ലിജിബിളായി, ഒരു നേരമായി ചിലപ്പോൾ ഇല്ലാതെ പോവുക. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്ന രാവിലെയും വൈകിട്ടും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു നേരമെങ്കിലും ദിവസങ്ങളിൽ, ഇപ്പം വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഡൈനിങ്ങിന് മുമ്പ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം എല്ലാം എടുത്ത് വെച്ചതിന് ശേഷമാണ് പ്രയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ പ്രാർത്ഥിച്ചിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ. അവർ ഡീറ്റെയിൽഡായിട്ടുള്ള ഡിസ്കഷനും പ്രയറും എല്ലാം ഏകദേശം 1 മണിക്കൂറുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇതിൻ്റെ കാര്യവും അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും അകത്തുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളും ഒക്കെയാണ് അവർ സംസാരിക്കുന്നത്. ദർ ഇസ് എ ഗ്രേറ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ഫാമിലി, ഒരു പ്രെയർ ഇൻ ദ ഫാമിലി, ബൈബിൾ സ്റ്റഡി ഇൻ ദ ഫാമിലി. അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ സമയമെങ്കിലും എല്ലാ ദിവസവും വൈകിട്ട് 9 to 10 അല്ലെങ്കിൽ 8 to 9 ഏതെങ്കിലും സമയത്ത് നിങ്ങൾ കുടുംബമായി ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ദൈവവചനം പഠിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് ഉള്ള സമയം ഭവനത്തിൽ കണ്ടെത്തിയാൽ കുഞ്ഞുങ്ങളെ ആ ശിക്ഷണത്തിൽ വളർത്താനായിട്ട് പറ്റും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, കുടുംബ പ്രാർത്ഥന ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്. അങ്ങനെ കുടുംബ പ്രാർത്ഥനയിൽ കൂടി വളർന്നു വന്നിരിക്കുന്ന ഒരു കുഞ്ഞുങ്ങളും, വീണ്ടും ഞാൻ പറയാം, ഒരു കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ടു പോയില്ല. ഇത് ബ്രദർ എന്താ ഇത്ര 100% ഷുവറായിട്ട് പറയുന്നത്? യെസ്, ഇറ്റ് ഈസ് 100% ഷുവർ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുടുംബ പ്രാർത്ഥനയിൽ കൂടി വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കാണിച്ചു പോയല്ല, ബൈബിൾ ഒരു ഭാഗം എടുത്ത് വായിച്ചു അതങ്ങ് അടച്ചു വെച്ചു, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു ഭാഗം വായിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് അതിലെന്താ കണ്ടൻറ്റ് എന്നെന്ന് മനസ്സിലാക്കി അത് ദൈവസേനയിൽ സമർപ്പിച്ച് എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയും പാട്ടുപാടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനുഭവം, ഇത് ഉള്ള കുടുംബങ്ങൾ ഒരു കുഞ്ഞുങ്ങളും നശിച്ചു പോയിട്ടില്ല എന്നാണ് നേരത്തെ ഉള്ള ഹിസ്റ്ററി. ഇപ്പോഴെന്താണ്, ഇപ്പം രണ്ടുപേരും വരുന്ന സമയം വ്യത്യാസം, വരുന്ന ഒരാൾ വരുമ്പോഴത്തേക്ക് അടുത്ത ആൾ കയറി കടന്നു കാണും, കുഞ്ഞുങ്ങൾ അപ്പുറത്തേക്ക് വേറെ റൂമിൽ പോയി കഥ അടച്ചു, നത്തിങ് ഈസ് ഹാപ്പനിങ്. അങ്ങനെ ഒരു സ്റ്റേജ് ഇന്ന് ആയിരിക്കുന്നു എന്ന് മറന്നുപോകരുത്. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഫാമിലിയിൽ കൊടുക്കണം. ഇത് ഇത്രയും പറഞ്ഞ് കേട്ടെങ്കിൽ ഞാൻ പറഞ്ഞ എല്ലാറ്റിനും ഒറ്റമൂലി പോലെ ഒരു റെമഡിയായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടീൻസിലുള്ള വിഷയവും നിങ്ങളുടെ അധൈര്യമില്ലായ്മയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞു പോകുന്നതും റിബല്യസ് ആവുന്നതും അതിനെല്ലാം ദൈവം വിടുവിച്ചവരെ കരയറ്റുന്നതായിട്ട് കാണാം. എൻ്റെ സമയം ഇവിടെ തീർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി നമ്മൾ പ്രിൻസിപ്പിൾസ് ഇൻ ഫാമിലി ലൈഫ് നമുക്ക് ഇനിയും പറയാം. അത് കഴിഞ്ഞിട്ട് വേറെ സൈറ്റാനിക് അറ്റാക്ക് ഇൻ ദ ഫാമിലി അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. തീർമാനമായിട്ട് ഇത് കേൾക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഇന്ന് ഇവിടെ ഷെയർ ചെയ്ത വിഷയങ്ങൾ കർത്താവെ എല്ലാവർക്കും പ്രയോജനമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കർത്താവെ, കുടുംബത്തിലുള്ള പ്രയാസങ്ങൾ, ദുരിതങ്ങളിൽ നിന്നുള്ള വിടുതൽ കർത്താവെ ഈ ദിവസങ്ങളിൽ നീ തരുന്ന ദൈവമാണ് സ്തോത്രം. ഏതെങ്കിലും കുഞ്ഞുങ്ങൾ റിബല്യസായി കർത്താവെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ട ഭവനത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ ഈ തരുണത്തിൽ അവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് വേണ്ടതായിട്ടുള്ള തിരിച്ചറിവും ജ്ഞാനവും ഈ ദിവസങ്ങൾ കൊടുക്കണമേ. ദൈവഹിതപ്രകാരം ജീവിക്കുന്ന അനുഭവങ്ങൾ കർത്താവെ നീ കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഓർത്ത് സ്തോത്രം. മാതാപിതാക്കൾ അതനുസരിച്ച് ദുഃഖിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നതിനുള്ള ദൈവവചനത്തിലെ കോൺഫിഡൻ്റായിട്ട് ദൈവം അത് വിടുവിക്കാനായിട്ട് മതിയായിട്ടുള്ള ദൈവമാണെന്ന് മനസ്സിലാക്കി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ജീവിപ്പാനായി അവരെ ഇടവരുത്തിയും സഹായിക്കുകയും ചെയ്യണമേ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് തുടർമാനമായി വാച്ച് ചെയ്യണം. എല്ലാ ദിവസവും 9:30 നിങ്ങളുടെ ഡിവൈസിൽ കിട്ടുന്നതാണല്ലോ. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രെയർ റിക്വസ്റ്റ് വാട്സാപ്പ് നമ്പറിലിടുക, കമൻറ്റ് ബോക്സിലിടുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.